ബലാത്സംഗ കേസിൽ MLA മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഉത്തരവ് ഇന്ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജികളിൽ ഉത്തരവ് പറയുക. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത കേസുകളിലാണ് മുൻകൂർ ജാമ്യ ഹർജികൾ. നേരത്തെ 2 പ്രാവശ്യം കോടതി കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെയും പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുകേഷിനെ കസ്റ്റഡിയിൽ വേണം, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ബലാത്സംഗ കേസാണ്, ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചതെന്നാണ്. എന്തായാലും ആകെ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖല ഒന്നടങ്ക് ഓരോ ദിവസം ചെല്ലുന്തോറും പരാതികൾ ഉയർന്നു വന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് മുകേഷ് MLA സംബന്ധിച്ചിടത്തോളം തന്നെ ഉള്ള പരാതിയാണ്. ആ പരാതിയിലാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. രേഷ്മ ബാബു ലൈനിലുണ്ട്. രേഷ്മ, മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ദിനം തന്നെയാണ്. കേസിൽ എന്തായിരിക്കും വിധി വരിക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. രജനി, മുകേഷിനോടൊപ്പം തന്നെ ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസിന്റെ മുൻ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയാനിരിക്കുന്നത്. നേരത്തെ തന്നെ മുകേഷിന്റെ അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യ ഹർജികളിൽ വാദം പൂർത്തിയായിരുന്നു. മുകേഷിന്റെയൊക്കെ തന്നെ മുൻകൂർ ജാമ്യ ഹർജി വാദം കേട്ടത് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു. പ്രധാനമായിട്ടും മുകേഷ് ഉന്നയിച്ച ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വാദം എന്ന് പറയുന്നത് ഈ നടിയുടെ പരാതി അല്ലെങ്കിൽ അവരുടെ ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്. 15 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു പരാതി ഉന്നയിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതടക്കമുള്ള വാദങ്ങളാണ് മുകേഷ് ഉന്നയിച്ചത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച ചില ഡിജിറ്റൽ തെളിവുകൾ മുദ്രവെച്ച കവറിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻപാകെ മുകേഷിന്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ കൈമാറുകയും ചെയ്തിരുന്നു. ആലുവ സ്വദേശിനിയായിട്ടുള്ള നടിയുടെ പരാതികളിൽ എടുത്ത വിവിധ കേസുകളിലാണ് ഈ മുൻകൂർ ജാമ്യ ഹർജികളെല്ലാം എത്തിയിരിക്കുന്നത്. കലണ്ടർ സിനിമയുടെ ചിത്രീകരണ കാലത്ത് മുകേഷ് തന്നെ കടന്നു പിടിച്ചെന്നായിരുന്നു ആലുവ സ്വദേശിനിയായിട്ടുള്ള നടിയുടെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും തുടർന്ന് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കവുമായിട്ട് സെഷൻസ് കോടതിയെ മുകേഷ് സമീപിക്കുകയുമായിരുന്നു. എന്തായാലും പ്രോസിക്യൂഷൻ, അതായത് പോലീസ് നേരത്തെ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയത് ബലാത്സംഗ കുറ്റമാണ് അല്ലെങ്കിൽ ബലാത്സംഗ ആരോപണമാണ് മുകേഷിനെതിരെ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അനിവാര്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം, കൃത്യതയുള്ള ഒരു അന്വേഷണം വേണം. വിശദമായിട്ട് തന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് മുകേഷിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതടക്കമുള്ള സത്യവാങ്മൂലമായിരുന്നു പ്രോസിക്യൂഷൻ മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്, അതായത് ഈ ഹർജിക്കാരന്റെയും വാദഗതികൾ കൃത്യമായിട്ട് കീഴ്ക്കോടതി കേട്ടിരുന്നു. എന്തായാലും ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇന്ന് വിധി പറയാനിരിക്കുന്നത്. സമാനമായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതി തന്നെയാണ് ഇടവേള ബാബുവിനെതിരെ, അതോടൊപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവായിട്ടുള്ള VS ചന്ദ്രശേഖരനെതിരെയും ഉള്ളത്. എന്തായാലും മുകേഷിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഇന്ന്. നേരത്തെ ഇടക്കാല ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ താൽക്കാലികമായിട്ട് മുകേഷിന്റെ അറസ്റ്റ് കീഴ്ക്കോടതി തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നറിയാം ഈ കേസിൽ ഈ കോടതി എടുക്കുന്ന നിലപാടിന് അനുസരിച്ചായിരിക്കും ഇനി ഈ കേസിന്റെ തുടരായിട്ടുള്ള അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുക. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് നിലവിൽ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തള്ളുകയാണെങ്കിൽ, മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ മുകേഷിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാകും. അതിനിടെ തന്നെ നമുക്ക് ഈ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി എന്താണ് പറയുന്നതെന്ന് നോക്കി കാണാം ഇനി വരുന്ന മണിക്കൂറിൽ.